നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് വൃശ്ചികക്കൂറിലെ രാജകീയ നക്ഷത്രമായ തൃക്കേട്ടയുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. ദേവേന്ദ്രൻ ദേവതയായി വരുന്ന തൃക്കേട്ടക്കാർക്ക് ഈ വിഷു സംക്രമം തടസ്സങ്ങളെ അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാനുള്ള വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നിർണായക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൃക്കേട്ടയുടെ അടയാളം കുണ്ടലം അഥവാ കാതിലയാണ്. ഇത് അറിവിനെയും അധികാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നക്ഷത്രാധിപൻ ബുധനായതുകൊണ്ട് അതിവേഗത്തിലുള്ള തീരുമാനങ്ങളും ബുദ്ധിശക്തിയും നിങ്ങളുടെ പ്രത്യേകതയാണ്. ഈ വർഷം നിങ്ങളുടെ ഈ കാര്യപ്രാപ്തി കരിയറിൽ വലിയ പദവികൾ നേടാൻ സഹായിക്കും. എങ്കിലും മുൻകോപം അല്പം നിയന്ത്രിക്കേണ്ട വർഷം കൂടിയാണിത്. തൊഴിൽ രംഗത്ത് തൃക്കേട്ടക്കാർക്ക് ഈ വർഷം മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ഭരണപരമായ നേട്ടങ്ങൾ, മാനേജ്മെന്റ് രംഗത്തോ സർക്കാർ തലത്തിലോ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. പുതിയ പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ബിസിനസ്സിൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും. IT, മാധ്യമം, വ്യാപാരം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച സമയം. തൊഴിലിടത്തിലെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും ഈ വർഷം അവസരം ലഭിക്കും. സാമ്പത്തികമായി മികച്ച വർഷമാണെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വലിയ വില ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിവരും. വീട് പുതുക്കി പണിയാനോ പുതിയ വാഹനം വാങ്ങാനോ ഈ വർഷം സാധിക്കും. കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ആരോഗ്യകാര്യത്തിൽ പേശി സംബന്ധമായ വേദനകളോ ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്കായി വിഷ്ണു സഹസ്രനാമ ജപം. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ശത്രുദോഷം മാറാനും സഹായിക്കും. ബുധനാഴ്ച വ്രതം. ബുധനാഴ്ചകളിൽ ഭാഗവത പാരായണം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും കരിയറിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. പാൽപായസം. തടസ്സങ്ങൾ നീങ്ങാൻ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണനോ വിഷ്ണുവിനോ പാൽപായസം വഴിപാടായി നൽകുക. ഇന്ദ്രപ്രീതി. അധികാരത്തിനും വിജയത്തിനും. തൃക്കേട്ടയുടെ ദേവത ദേവേന്ദ്രനാണ്. തൃക്കേട്ടക്കാർക്ക് അധികാരവും നേതൃത്വ പാഠവും ലഭിക്കാൻ ആദിത്യ ഭജനം വഴി ഇന്ദ്രപ്രീതി നേടാം. ആദിത്യ ഹൃദയം. സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം ഉയർത്താനും ഭരണപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും സഹായിക്കും. ഗായത്രി മന്ത്രം. ദിവസവും 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ചിന്തകളിൽ വ്യക്തത നൽകും. സർപ്പപ്രീതി. തൃക്കേട്ട നക്ഷത്രത്തിന് സർപ്പദോഷ സാധ്യതകൾ ഉള്ളതിനാൽ സർപ്പക്ഷേത്ര ദർശനം ഗുണകരമാണ്. 100 പാലും. ആയില്യം നക്ഷത്രങ്ങളിലോ മാസത്തിലെ പ്രത്യേക ദിവസങ്ങളിലോ സർപ്പക്കാവുകളിൽ 100 പാലും സമർപ്പിക്കുന്നത് കുടുംബത്തിലെ ഐശ്വര്യത്തിന് നല്ലതാണ്. ദാനധർമ്മങ്ങൾ. വിദ്യാഭ്യാസ സഹായം. ബുധൻ വിദ്യയുടെ കാരകനാണ്. അതിനാൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, പുസ്തകം, പേന വാങ്ങി നൽകുന്നത് തൃക്കേട്ടക്കാർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. പച്ചക്കറികൾ. ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള സാധനങ്ങളോ പച്ചക്കറികളോ ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേക മന്ത്രം. ഓം ബുധായ നമഃ. ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് ബിസിനസ്സിലും സംസാരത്തിലും വിജയം നൽകും. ഈ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുന്നത് വഴി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം വരാനിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളെയും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 എന്നത് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അധികാരം ഉറപ്പിക്കാനും സാധിക്കുന്ന സുവർണ വർഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ധനുക്കൂറിലെ ആദ്യ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിന്റെ 2026 വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.